സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം അതാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇപ്പോഴത്തെ പ്രതികരണങ്ങളും കണ്ടു. മന്നം ജയന്തി, രമേശ് ചെന്നിത്തല എന്നുള്ള എന്താണെങ്കിലും എന്ന ചോദ്യം അത്ര ബേഷായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രമേശ് ചെന്നിത്തല അതായത് പിണറായി വിജയൻ രണ്ടാം ഭരണം തുടർച്ച നേടിയപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരുന്നതാണ്. മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ UDF-നെതിരെ നീങ്ങി ഉമ്മൻചാണ്ടി സർക്കാർ വളരെ പെട്ടെന്നാണ് അതിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടത്, പരാജയപ്പെട്ടു. അതിനുശേഷം പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ അധികാരത്തിലേറ്റു. രണ്ടാം പിണറായി വിജയൻ സർക്കാരും അധികാരമേറ്റപ്പോഴത്തേക്ക് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യാതെയായി. അതോർക്കണം. അതുകൊണ്ട് വരവറിയിച്ചത് നേരത്തെ തന്നെയാണ്. രമേശ് ചെന്നിത്തല അന്ന് മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 2021-ൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഇങ്ങനെ തിളങ്ങി ശോഭിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഒരിക്കലും ഞാൻ ഈ സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സ്മൃതി, അതോർക്കണം. ഞാൻ ഇനി മത്സരത്തിനില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞില്ല. അതേസമയം പ്രതിപക്ഷ നേതാവായി BD സതീശൻ വരികയും ചെയ്തു. സാധാരണഗതിക്ക് രാഷ്ട്രീയ ഗതി അനുസരിച്ച് പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രിയാവേണ്ടത്. അതിനുവേണ്ടിയുള്ള ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു BD സതീശൻ. അതിനുവേണ്ടി കൃത്യമായ അജണ്ട അദ്ദേഹം ഉണ്ടാക്കി. ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ അദ്ദേഹം തെളിയിച്ചു വിജയം തൻ്റെ കൂടെയാണ്. തനിക്ക് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനാവുമെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. പക്ഷേ BD സതീശനെ വെട്ടി മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് ഇപ്പോൾ സ്പഷ്ടമായിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ അറിയാം. ഇപ്പോഴദ്ദേഹം രണ്ട് സമുദായ നേതാക്കളെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായ NSS നേതൃത്വത്തെയും SNDP യോഗം നേതൃത്വത്തെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിൽ പോലും അവർ രണ്ടുപേരും പിന്തുണ അറിയിക്കുന്നതോടുകൂടി രമേശ് ചെന്നിത്തല അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമം നടത്തും എന്നുള്ളതിന് സംശയമില്ല എന്ന് ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം സജീവമായിരുന്നില്ല എന്ന് നമുക്കറിയാം. നേരത്തെ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവിടെ പരാജയമാണ് സംഭവിച്ചത് എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നു. നേരെ മറിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് BD സതീശൻ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നല്ല നിലയിൽ പെർഫോം ചെയ്തോ എന്നുള്ള ഒരു വിശകലനം അവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അദ്ദേഹം ഒരു ഇലക്ഷൻ മാനേജറായി അദ്ദേഹത്തെ AICC-യും കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചുമതല അദ്ദേഹത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതിൽ ഗംഭീരമായി വിജയിക്കുന്നതും കണ്ടു, ചേലക്കരയെ ഒഴിച്ച്. അപ്പോൾ അതുകൂടി വിലയിരുത്തുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ അവിടെ നിൽക്കുന്നു. താങ്കൾ പറഞ്ഞ ചരിത്രത്തിലെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പക്ഷേ നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം, അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ മാനേജ് ചെയ്തത്, അപ്പുറത്ത് മഹാരാഷ്ട്രയിലെ പരാജയം, രണ്ടും തമ്മിലെ താരതമ്യം AICC നടത്തുമോ? അതായത് സ്മൃതി, BD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്താം? ഹൈക്കമാൻഡ് നോക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു നേതാവ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്തൊക്കെയാണ് വിലയിരുത്തൽ നടത്താൻ സ്വീകരിക്കുന്ന ഘടകങ്ങൾ, പരിഗണിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം. ഒരു നേതാവ് എങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ, തൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മുമ്പ് ചരിത്രത്തിൽ K കരുണാകരനാണെങ്കിലും ആൻ്റണി ആണെങ്കിലും ഒക്കെയും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. രണ്ടാമത്, ആ നേതാവിന് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം. ഓർക്കണം, ഉമ്മൻചാണ്ടി K കരുണാകരനെ വീഴ്ത്തിയത് പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടി K കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ആൻ്റണിയാണ് എന്ന് പറയാമെങ്കിലും, ആൻ്റണിക്ക് വേണ്ടിയാണ് എന്ന് പറയാമെങ്കിലും, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എനിക്ക് കാരണമുണ്ട്. ഉമ്മൻചാണ്ടി തന്നെയാണ് അതിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മൻചാണ്ടി ചെയ്തത് ഘടകകക്ഷികളിൽ കരുണാകരന് അനുകൂലമായ ഇക്വേഷൻസ് തകർക്കുക എന്നതായിരുന്നു. നിയമസഭാ കക്ഷിയിൽ കരുണാകരനോടൊപ്പമുള്ള ചില MLA-മാരെ ഇങ്ങോട്ട് വലിച്ചു. ഒപ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ
അദ്ദേഹം ആന്റണി പക്ഷത്തേക്ക് കൊണ്ടുവന്നു. ഓർക്കണം, അതൊക്കെയാണ് കേന്ദ്രം നോക്കുന്നത്, ഹൈക്കമാൻഡ് നോക്കുന്നത്. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി ഡി സതീശൻ്റെ പ്രകടനം വളരെ വളരെ തൃപ്തികരമാണ്, സംശയമൊന്നുമില്ല. നല്ല ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തന്നെയാണ് നിയമസഭയ്ക്ക് അകത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പുറത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വളരെ നല്ല നിലയിൽ വിജയിപ്പിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളിലും ഹൈക്കമാൻഡ് നോക്കുന്ന ഘടകങ്ങൾ എന്ന നിലയ്ക്ക് വി ഡി സതീശൻ വിജയിച്ചിരിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെ രമേശ്, പിന്നെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് UDF വിജയിക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെ വരാൻ കഴിയും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഞാനുണ്ട് ഇവിടെ, ഞാനാണ് ഇവിടെ നേതാവ്, ഞാനാണ് അർഹൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു. അതെങ്ങനെ വരും? ഭരണം തന്നെ കൈ കിട്ടുമോ എന്നുള്ളത് പ്രശ്നമാണ്. 2021 എന്താണ് ഫലം, എന്തായിരുന്നു ഫലമെന്ന് നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഓർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.